ഹായ്, പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഈ കിഴി എൻ്റർടൈൻമെൻറ്റ്. നിങ്ങൾ എല്ലാവരും കാണുന്ന ഒരു ചാനലായിരിക്കും. ഞാനും സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ചാനലാണ്. അപ്പം ഇവരെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം കുറച്ച് ദിവസം കൊണ്ട് ഇവരുടെ പ്രശ്നം എന്തുവെന്ന് പറഞ്ഞാൽ, ലോകേഷ് കനകരാജാണ്. പുള്ളിക്ക് ആദ്യത്തെ റിവ്യൂ ഇട്ട് എന്നും പറഞ്ഞ് ഇവരുടെ ഒരു സ്ഥിരം ഫോർമാറ്റ് ഉണ്ട്. ഇപ്പം എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതേ പിടിച്ചങ്ങ് വരിയായിട്ട് വീഡിയോ ചെയ്യുന്ന ഇവരുടെ ഒരു പതിവാണ്. അതവരുടെ ഇഷ്ടം, അതൊന്നും ഞാനൊന്നും പറയുന്നൊന്നുമില്ല. ഇപ്പം നമ്മളെല്ലാവരും അറിയാം, ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ലോകേഷ് എയറിലാണ്. കൂലിയുടെ ഒരു എനിക്ക് പേഴ്സണലി ഞാൻ കണ്ടതാണ് പടം. ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി വർക്കാവാത്തൊരു പടമാണ് കൂലി. അപ്പോൾ അതിനെ വെച്ച് ലോകേഷിനെ അങ്ങ് ഹരാസ് ചെയ്ത് വീഡിയോ ഇടുന്നതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അശ്വന്ത് കോക്ക് സാറ് ഇതേപോലെ ഒരു വീഡിയോ ലോകേഷിനെ പറ്റി ഇട്ടിട്ടുണ്ട്. ലോകേഷിൻ്റെ സിനിമ കരിയറിനെ, ആ ഒരു ഫിലിംസിനെയൊക്കെ പറ്റി പുള്ളിയുടെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ ഏറ്റുപിടിച്ച് ഇപ്പം കുറേ പേര് റീൽസിലൊക്കെ ഇതിൻ്റെ കട്ടൊക്കെ എടുത്ത് ഇവരുടെ റിവ്യൂ ആയിട്ട് കണക്ട് അത് എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത് ഇവരെയൊക്കെ ഇവർ വേറൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്ന് രണ്ടോ ഒരു വീഡിയോ കണ്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒരു ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പം അതിൻ്റെ ഇവരുടെ റിവ്യൂ ഒന്നും ഞാൻ വക പോലും വെക്കത്തില്ല. നല്ല റിവ്യൂവർ വേറെ ഉണ്ട്, പക്ഷേ ഇവരുടെ റിവ്യൂ ഞാൻ വക പോലും വെക്കുന്നില്ല. ഇവരുടെ മൂവി അപ്ഡേറ്റ് ഒക്കെ നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ആ ജിനേഷ് എന്ന് പറയുന്ന ചേട്ടൻ്റെ അവതരണമൊക്കെ നല്ല രസമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ആ വീഡിയോ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നത്. പിന്നെ റിവ്യൂ ഞാൻ ഇവരുടെ വക വെക്കത്തില്ല. പിന്നെ ഇവർ ഈ ലോകേഷിനെ അങ്ങ് ഹരാസ് ചെയ്ത് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയാണ്. ഇപ്പോൾ ലോകേഷ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഇന്നും ഈ ഒരു സിനിമ കൂലി എന്ന് പറഞ്ഞൊരു സിനിമ ഫ്ലോപ്പ് ആക്കാൻ ലോകേഷിൻ്റെ തെറ്റുണ്ട്. ആദ്യമായിട്ട് എനിക്ക് ലോകേഷിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ആ എൽ സി യു ആണെങ്കിൽ പോയി അങ്ങ് കംപ്ലീറ്റ് ആക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക. ഇപ്പം ഇന്നും ഒരു റൂമർ വരുന്നുണ്ട്, തമിഴിലെ 2020 സിനിമ വരുന്നുണ്ട്, രജനി കമലും കൂടെ ഒരുമിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഡയറക്ടർ ലോകേഷ് കനകരാജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വരുന്നുണ്ട്. അതൊക്കെ ഉപേക്ഷിച്ചിട്ട് കൈതി 2 അങ്ങനെ എടുത്ത്, അതാണ് എനിക്ക് ലോകേഷിനോട് പറയാനുള്ളത്. പിന്നെ ഈ കിഴി എൻ്റർടൈൻമെൻറ്റ് ഇവരുടെ, അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു കാണുമല്ലോ, അശ്വന്ത് കോക്ക് സാറിൻ്റെ വീഡിയോ കണ്ടു കാണുമല്ലോ. അതായത് പവർ ഹൗസ് 2 അടിച്ചിട്ടൊക്കെയാണ് പുള്ളി വന്നിരുന്ന വീഡിയോ ചെയ്തത്. പക്ഷേ പുള്ളി പറഞ്ഞ വീഡിയോയിൽ ഞാൻ 100% യോജിക്കുന്നുണ്ട്. കറക്റ്റ് കാര്യങ്ങളാണ് പുള്ളിയും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ കിഴി എന്ന് പറയുന്നത് ഇവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ ചാനലും എന്നാണ് ഇവരുടെ ഒരു വിചാരം. ഇവരെന്ന് പറഞ്ഞാൽ അറിയാലോ, സ്വന്തമായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഏത് വീഡിയോ എടുത്തങ്ങ് റിയാക്ഷൻ ചെയ്യുക എന്ന് വെച്ചാൽ, ഇപ്പം തന്നെ ലൊക്കേഷനെ പിടിച്ച് ഇനി ഒരാഴ്ച വീഡിയോ ഇവർ തന്നെ ഇടുമായിരിക്കും കുറ്റം പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഓരോന്ന്, ഇതാണ് ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നില്ല. എന്നാലും ആരെങ്കിലും എന്നൊരു കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്തിട്ട് ഇതാണ് സ്വന്തമായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ ചുമ്മാതെ എടുത്തങ്ങ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അത് ഒരു കോപ്പി അടിയല്ലയോ? എൻ്റർടൈൻമെൻറ്റ് കിഴി അത് കോപ്പി അടിയല്ലയോ? അപ്പോൾ ലൊക്കേഷനെ നിങ്ങൾ കോപ്പി അടി എന്ന് പറഞ്ഞു. ഇപ്പം ഞാനൊരു കഥ പറയാം. 2019 കൈദി റിലീസായ ദിവസം, അന്ന് അതിൻ്റെ ക്ലാഷിന് വേറൊരു സിനിമ ഉണ്ടായിരുന്നു, ബിഗിൽ. അറിയാം, വിജയുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാറിൻ്റെ കൂടെയാണ് ക്ലാഷ് വെച്ചിരുന്നത്. ഞാൻ ഫസ്റ്റ് ഡേ കാണാൻ പോയത്. ഞാൻ ഫാൻ ഷോ കാണാറില്ല, പ്രത്യേകിച്ച് വിജയ് സിനിമയുടെ. കാരണം അന്ധമായിട്ടുള്ള ഫാൻസ് വിജയ്ക്ക് ഇച്ചിരി കൂടുതലാണെന്ന് എനിക്കറിയാം. അതിൻ്റെ ഇടയ്ക്ക് പോയിരുന്ന് കണ്ട സിനിമ ആസ്വാദനം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ഷോയാണ് കാണാൻ പോയിട്ട് അന്നേരം തന്നെ കൈദിയുടെ ഫസ്റ്റ് ഷോയുടെ ഈ ഷോ കഴിഞ്ഞ് ആൾക്കാർ വെളിയിൽ വിടാൻ തുടങ്ങി. ഞാൻ ഓരോരുത്തരെ എണ്ണി ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. ആകെ 6-7 പേര് ആ ഒരു ഫസ്റ്റ് ഷോ കാണാനുള്ളായിരുന്നു. അതിനകത്ത് യൂത്തായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1-2 പേരെ കണ്ടേ ഉള്ളൂ യൂത്തായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ലോകേഷ് കനകരാജ് ഒരു സിനിമ ഡയറക്ഷൻ ചെയ്തിട്ടാണ് ഈ ഒരു പടം ചെയ്യുന്നത്. അന്ന് പുള്ളിക്കാരൻ അത്ര പോപ്പുലർ അല്ല. പക്ഷേ ബിഗിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്. അതിനകത്ത് രായപ്പൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ഇൻട്രോ ഫൈറ്റൊക്കെ ബോർ ഫൈറ്റാണ്. പക്ഷേ അത് കഴിഞ്ഞ് ആ ക്യാരക്ടറിനെ എനിക്കിഷ്ടമാണ്. ആ ഒരു 15 മിനിറ്റ് ക്യാരക്ടറിനെ മാറ്റി കഴിഞ്ഞാൽ ആ പടത്തിൽ ഒരു കുന്തമില്ല, ഒരു തേങ്ങ പിണ്ണാക്ക് പോലും ഇല്ലാത്തൊരു സിനിമയാണ് ബിഗിൽ എന്ന് പറയുന്നത്. 2-3 ദിവസം കഴിഞ്ഞിട്ട് നേരെ തിരിച്ചായി. എന്ന് വെച്ചാൽ ഈ ഒരാഴ്ചക്കകം ആ ഒരു റിവ്യൂ എന്ന് വെച്ചാൽ റിവ്യൂ അറിഞ്ഞിട്ട് കൈദിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറാനും തുടങ്ങി. ബിഗിൽ ചെറിയ തിയേറ്ററിൽ എടുത്തിടാൻ തുടങ്ങി. അന്ന് ഞങ്ങളുടെ അടുത്ത പത്തനാപുരം സീമ എന്ന് പറയുന്നിടത്ത് 3 സ്ക്രീനാണുള്ളത്. റിലീസ് ദിവസം 3 സ്ക്രീനിലും ബിഗിലായിരുന്നു പ്രദർശിപ്പിച്ചത്. കൈദിക്ക് ഒരു ഷോ പോലും അവിടെ കൊടുത്തില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് ഈ 2 തിയേറ്ററിൽ ആദ്യത്തെ സ്ക്രീൻ 1 കൈദി ഹൗസ്ഫുള്ളും സീറ്റ് കുറഞ്ഞെടുത്ത് ബിഗിലിനെ കൊണ്ടിട്ട് ബിഗിലിനെക്കാട്ടിലും കൂടുതൽ തിയേറ്ററിൽ കൈദി ഓടിച്ച ഒരു സമയമുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആ ഒരു ഡയറക്ടർ എന്ന് വെച്ചാൽ കൈദി നിങ്ങൾ കോപ്പി എന്നൊക്കെ പറയുന്നുണ്ട്, ലോകേഷിൻ്റെ സിനിമയെല്ലാം കോപ്പി എന്ന് പറയുന്നുണ്ട്. ഇപ്പം തന്നെ ആദ്യത്തെ സിനിമ മാനേരം പുള്ളി ആദ്യമേ ഡയറക്ഷൻ ചെയ്ത സിനിമ കൈദി കോപ്പി എന്ന് പറയുന്നുണ്ട്, മാസ്റ്റർ കോപ്പി, ലിയോ കോപ്പി. പക്ഷേ ഈ സിനിമയ്ക്കകത്തെല്ലാം അവർ ലിയോയുടെ കാര്യം പറയുന്നത് വിട്ട് ഹിസ്റ്ററി ഓഫ് വയലൻസിൻ്റെ ഇൻസ്പയർ ആയിട്ടാണ് ഓരോ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് ലോകേഷ് തന്നെ പറയുന്നുണ്ട്. പിന്നെ മാസ്റ്റർ
കൈദി അത്ര വലിയ ഹിറ്റാവുന്നതിന് മുമ്പ് വിജയുടെ അടുത്ത് പറഞ്ഞ കഥയാണ്. അപ്പോൾ ഈ കൈദി ഇത്ര വലിയ ഹിറ്റാവുമെന്ന് പുള്ളിക്കും അറിയത്തില്ല. പക്ഷേ എൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പകുതി ലോകേഷും പകുതി വിജയനും പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പാണ് ഈ എൻ്റർടൈൻമെൻറ്റ് കിഴിക്കാർ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ, മാസ്റ്റർ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഇവർ തന്നെ ഓരോ തിയറി ഉണ്ടാക്കി വന്നിടും. എന്നിട്ട് ഇപ്പം തന്നെ കൂലി ഇറങ്ങുന്നതിന് മുമ്പ് കണ്ട് കാണും, ഒരു റിലീസ് ആകുന്നതിന് ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് കൂലിയുടെ ഒരു വരിവരിയായിട്ടുള്ള വീഡിയോ, ഇവരുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം. എന്നിട്ട് ഇപ്പം ലോകേഷിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ട്, ഒരു റിയാക്ഷൻ വീഡിയോ. എനിക്ക് ഇവർ ഈ ഹരാസ് ചെയ്യുന്നതിന് അത്രയും വലിയ മോശം ഡയറക്ടറല്ല. ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഒരു സിനിമ ഹോളിവുഡ് സിനിമയായാലും അത് കണ്ടിട്ട് എനിക്കിപ്പോൾ ഞാനൊരു വിജയ് ഫാൻ തന്നെയാണ്. അപ്പം എനിക്കിഷ്ടപ്പെട്ടവരെ അത് എങ്ങനെ കൊണ്ടുവരാമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു 2013 ഒരു ഹോളിവുഡ് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇൻസ്പയർ ആയിട്ട് എൻ്റെ രീതിയിൽ ഞാനൊരു സ്റ്റോറി എഴുതി. അത് ചുമ്മാ എൻ്റെ ഒരു ഹോബീസ് ഉണ്ടായിരുന്നു. 2015 ഡിഗ്രിയൊക്കെ കഴിഞ്ഞ സമയത്ത് എനിക്കൊരു ഹോബീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ഇതാണ് സ്റ്റോറി എഴുതൊക്കെ. അന്ന് 4 സ്റ്റോറി അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ തുപ്പാക്കി 2യുടെ ഒരു സ്റ്റോറി ഒരു ഹോളിവുഡ് സിനിമയെ ഇൻസ്പയർ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ചാനലിൽ ആദ്യത്തെ ഒരു 2 എപ്പിസോഡ് ഞാൻ ഇട്ടിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഹാഫ് അതിനകത്ത് ജഗദീഷ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ തുപ്പാക്കിയതുണ്ട്. അതിനെ ഇതിനകത്ത് മെയിൻ ക്യാരക്ടറായിട്ട് കൊണ്ടുവന്നിട്ട് ഇതിനകത്തൊരു വില്ലൻ ക്യാരക്ടർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനാണെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുവന്ന ഒരു വില്ലൻ ക്യാരക്ടറാണ്. പക്ഷേ അത് ഒരിക്കലും പക്കാ നെഗറ്റീവ് 2015 എഴുതിയത്. അപ്പോൾ ആ മൈൻഡ് സെറ്റിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് വില്ലൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തേക്കുന്ന ലുക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, വിജയുടെ ഒരു കയ്യിൽ ഫുള്ള് പച്ച കുത്തിയിട്ടുണ്ട്. ഒരു കയ്യിലല്ല, ഒരു കയ്യിൽ മാത്രം. അത് ഞാൻ ഇൻസ്പയർ ആയെന്ന് പറഞ്ഞാൽ, എനിക്ക് റോക്കിൻ്റെ റോക്കിൻ്റെ പച്ച കുത്തിയേക്കുന്നത്, ഒരു സൈഡ് നെഞ്ചും ഇതുമെല്ലാം കൂടെ കുത്തിയേക്കുന്നത്, അത് ലുക്ക് ടെസ്റ്റായിട്ട് ഞാൻ കൊടുത്തേക്കുന്നത്. പിന്നെ എൻ്റെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ ജീൻസും ഇതും ബനിയനും, അകത്തിടുന്ന ബനിയനും പിന്നെ തുറന്നിടുന്ന ഒരു കോട്ടും. ഇത് ഞാൻ ഇൻസ്പയർ ആയെന്ന് പറഞ്ഞാൽ അണ്ടർടേക്കറിൻ്റെ റിങ്ങി വരുന്ന അമേരിക്കൻ ബാഡാക്സ് എന്ന് പറഞ്ഞ സ്റ്റൈലിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. ഞാൻ കൊടുത്തേക്കുന്ന ലുക്ക് ടെസ്റ്റ് തന്നെയാണ്. പിന്നെ ഇയാൾക്ക് ഒരു സെക്സിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇതിനകത്ത് ഇയാളൊരു തീവ്രവാദിയാണ്. ഇയാളുടെ സെക്സിന് ഉള്ള 2 പെണ്ണുങ്ങളുണ്ട്, അത് കുംഫു പഠിച്ച പെണ്ണുങ്ങൾ. അപ്പോൾ ഈ ലുക്കാണ് ഞാൻ എതിരെ നിൽക്കുന്ന ഒരു വില്ലൻ ക്യാരക്ടറിന് കൊടുത്തേക്കുന്നത്. അതും വിജയ് തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ മറുഭാഗത്ത് ജഗദീഷ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടർ ഇവർ രണ്ടും കൂടെ സെക്കൻഡ് ഹാഫിൽ ഏറ്റുമുട്ടുന്ന ഒരു സീനിലാണ് ഞാൻ കൊടുത്തേക്കുന്നത് തുപ്പാക്കി 2-നകത്ത്. അപ്പം ഇതിനകത്ത് ഞാൻ ഒരു ഹോളിവുഡ് സിനിമയെ ഇൻസ്പയർ ആയിട്ടാണ് സെക്കൻഡ് ഹാഫ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഒരു തമിഴ് മോഡൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, തമിഴ് സൗത്ത് ഇന്ത്യൻ മോഡൽ. അപ്പോൾ അത് ഇൻസ്പയർ ആയെന്ന് പറഞ്ഞുകൊണ്ട് അത് ഓരോരുത്തർക്ക് ആവശ്യമുണ്ട്. ഇപ്പം കോസ്റ്റവേ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടു കാണും. അതിനകത്ത് ഇപ്പോൾ മലയാളത്തിൽ ഇൻസ്പയർ ആയിട്ട് ഇപ്പം ചെയ്യുവാണെങ്കിൽ അത് പകതിനെ വെച്ച് ചെയ്താൽ ഞാൻ ആലോചിച്ച് നോക്കും. അപ്പോൾ അങ്ങനെ ആലോചിച്ച് ഇപ്പോൾ ലോകേഷിനും അതുപോലെ ആഗ്രഹം കാണും, ഒരു സിനിമ ഇഷ്ടപ്പെട്ടിട്ട് അതേപോലെ ഒരു ക്യാരക്ടറിനെ എടുത്തിട്ട് പുള്ളിയുടെ രീതിക്ക് അത് മേക്ക് ചെയ്ത് മാറ്റും. പക്ഷേ ഇത് കൂലി എന്ന് പറഞ്ഞൊരു സിനിമ പുള്ളി കൗരവറിനകത്തേക്ക് കോപ്പി അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്ര ഫ്ലോപ്പ് ആവാനും കാരണം ഇത്. അല്ലെങ്കിൽ പുള്ളി വന്നിരുന്ന് പറയുമായിരുന്നു, ഇത് ഒരു രജനി പടമാണ്, ഞാൻ കൗരവറിനെയും ഭാഷയല്ല ദളപതിയുടെയും പിന്നെ ജയിലറിൻ്റെയും ലിയോയുടെയും ഇതെല്ലാം ഞാൻ മിക്സാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുന്നേ വന്നിരുന്ന് കുമ്പസാരിക്കണമായിരുന്നു. ഇപ്പം പറഞ്ഞിട്ട് ഇത്രയും കാണിച്ചിട്ടെങ്കിലും ഉണ്ടെങ്കിലും ലോകേഷ് ഒരു മോശം ഡയറക്ടർ അല്ലെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ഇപ്പോൾ ലിയോ എടുത്ത് നോക്കാം. ലിയോയ്ക്കകത്ത് വിജയുടെ ഒരു കത്തിക്ക് ശേഷം ആ 10 വർഷത്തിനകത്ത് ആ ലിയോയുടെ എനിക്കിഷ്ടപ്പെട്ട ഒരു വിജയെ കണ്ടത് ലിയോയുടെ ഫസ്റ്റ് ഹാഫിലാണ്. പിന്നെ മാസ്റ്ററിൻ്റെ ഫസ്റ്റ് ഹാഫിലും പുള്ളി നല്ലോണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും ഫാർ ബെറ്റർ നല്ല രീതിയിൽ വിജയ് പ്രസൻറ്റ് ചെയ്ത സിനിമയാണ് ലിയോയുടെ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ചെറുതായിട്ട് പാളിയിട്ടുണ്ട്, ആ ഫ്ലാഷ് ബാക്ക്. പക്ഷേ ഫസ്റ്റ് ഹാഫ് ആ ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ ലോകേഷിനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നും. അത്രയ്ക്കും കിടലിനാക്കിയ വിജയ് അത് യൂസ് ചെയ്തിട്ടുണ്ട്. വേറെ ഒറ്റൊരു ഡയറക്ടർ പോലും അത്രയും രീതിയിൽ കൊടുത്തിട്ടില്ല. പിന്നെ വിക്രത്തിനകത്ത് മേക്കിംഗ് സ്റ്റൈലും ഇതെല്ലാം എനിക്ക് കൂലി മാത്രമേ ഉള്ളൂ കുറച്ച് പാളിപ്പോയിട്ടുള്ളത് എന്ന് പറഞ്ഞ് രജനി സിനിമയുടെ ഇപ്പോൾ ബോംബ് കഥകൾ എന്ന് പറയുന്നതിൻ്റെ കൂട്ട് അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട് കൂലി എന്ന് പറഞ്ഞാൽ എനിക്ക് വർക്കായിട്ടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത്രയും ചെയ്ത് വന്ന എന്നുവെച്ചാൽ ഈ ലോകേഷിനെ പോലെ മലയാളത്തിൽ ആര് ഡയറക്ഷൻ ചെയ്യും എന്ന് പറഞ്ഞാൽ കൈദി പുള്ളി കൊടുത്തതിന് ശേഷമാണ്, ആ ഒരു ധൈര്യം കൊടുത്തതിന് ശേഷമാണ് ഇപ്പം തന്നെ സോങ്ങും തമിഴ് സിനിമയെ നിങ്ങൾക്കറിയായിരിക്കും, ഒരു സോങ്ങും ഒന്നുമില്ലാതെ ഒരു രാത്രിയിൽ നടക്കുന്ന ഒരു സ്റ്റോറിയെ ഇത്ര നല്ലൊരു ഫാൻ ബേസ് ആക്കി എടുക്കണമെങ്കിൽ പുള്ളിയുടെ കഴിവ് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഇവർ എൻ്റർടൈൻമെൻറ്റ് ഇവരാണ് എല്ലാം വലുത് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കണ്ടിട്ട് ഇവരുടെ അഹങ്കാരം എത്ര ഉണ്ടെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി. ഇത് ഇത്രയൊന്നും പാടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ലിയോയുടെ സമയത്ത് ലോകേഷ് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇതേപോലെ 150 രൂപ കൊടുത്ത് കാണുക, കണ്ടിട്ട്
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ അത് അത് നിങ്ങൾ പറയുക, നിങ്ങളുടെ ജോലി നോക്കി പോവുക. ഇങ്ങനൊരു കാര്യം പുള്ളി ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. നിങ്ങൾ സിനിമ കാണുക, നിങ്ങളുടെ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. 150 രൂപയ്ക്ക് കൊടുക്കാനുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ്, അത്രയും സിനിമയായിട്ട് കാണാവൂ. ഇതെന്ന് പറഞ്ഞാൽ ചുമ്മാ കഴിവില്ല, സ്വന്തമായിട്ട് കഴിവില്ല, കണ്ടൻറ്റിന് കഴിവില്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറ്റം പറയുക, സ്വന്തമായിട്ട് ക്രിയേറ്റ് ഉണ്ടാക്കുക. ഇനി ഒരാഴ്ചത്തേക്കിന് ഇതായിരിക്കും ഈ എൻ്റർടൈൻമെൻറ്റ് ഈ കിഴിയുടെ കണ്ടൻറ്റ്. എനിക്ക് ഇവരുടെ റിവ്യൂ ഞാൻ വകവെക്കുന്നില്ല, പക്ഷേ ഇതേപോലെയുള്ള കാര്യങ്ങൾ കുറച്ച് മയപ്പെടുത്തി പറയണം. ഇപ്പം എനിക്ക് ഒരാളോട് മാത്രമേ ഡയറക്ടർ ദേഷ്യമുള്ളൂ, അത് നെൽസനോടാണ്. കാരണം എന്ന് പറഞ്ഞാൽ വിജയ് എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സ്റ്റാറിനെ കിട്ടിയിട്ട് ഒരു കോമഡി ഷോ പടം ബീസ്റ്റ് എടുത്ത് വെച്ചത് എനിക്കിപ്പോഴും അത് കാണുമ്പോൾ എനിക്ക് തോന്നും, ഇത്രയും നല്ലൊരു കണ്ടൻറ്റ് ബീസ്റ്റിൻ്റെ ഇത്രയും നല്ലൊരു കണ്ടൻറ്റ് കിട്ടിയിട്ട് അതൊരു കോമഡി ഷോ ആക്കി വെക്കാൻ തോന്നിയൊരു മനസ്സ്. വിജയ് ഒരു മൊണ്ണ ക്യാരക്ടറാക്കി വീരരാഘവൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരിക്കലും വിജയുടെ ചേർത്ത് വെക്കാൻ പോലും പറ്റാത്ത ഒരു ക്യാരക്ടറാക്കി കളഞ്ഞ ഈ ഒരു നെൽസനോട് ഇത്ര വലിയ ദേഷ്യമായിട്ടുള്ളത്. അതിനകത്തൊക്കെ ഒരു കോമഡി ഷോ, വില്ലനെയൊക്കെ പിടിച്ച് എല്ലാവരും കൂടി കൂട്ടം ഹൈജാക്ക് ചെയ്ത് വെച്ചിട്ട് എല്ലാവരും കൂടി കൂട്ടം കൂടിയിരുന്ന് വില്ലനുമായിട്ട് ആളിയ എന്തൊക്കെയുണ്ട്, സുഖമാണോ, ഞാൻ അവസാനമേ കൊല്ലത്തുള്ളൂ, അതുവരെ നമുക്ക് ഇരുന്ന് കാര്യം പറയും, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഡയലോഗ്സൊക്കെ ഡാർക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞൊക്കെയാണ്. അങ്ങനെ ഞാൻ ഇപ്പം പൊതുവെ പറഞ്ഞു ഇയാളുടെ ഒരു സിനിമ സ്റ്റൈല്. എനിക്ക് അയാളോട് മാത്രമേ എനിക്ക് പേഴ്സണലി ദേഷ്യമായിട്ടുള്ളൂ. അല്ല ലോകേഷ് പുള്ളിയുടെ നല്ല രീതിയിൽ എന്നിട്ട് ഒരു ഇത്രയും ഇപ്പോഴും ഞാൻ വിശ്വാസമുണ്ട് കൈദി 2 നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും ഈ LCU ഒന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടെന്ന് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാഫ് ഇങ്ങനെ ആക്കി കളയും ഓരോരുത്തർ. ഇപ്പം തന്നെ നിങ്ങൾ എയറിലായി വരുന്നതിനുള്ള കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ആ LCU ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് ബാക്കിയുള്ള യൂണിവേഴ്സിലോട്ട് പോകും. ഇപ്പോൾ ബെൻസൊക്കെ വരുന്നുണ്ട്, ഒരു ആവശ്യമില്ലാത്ത യൂണിവേഴ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയെങ്കിലും ആ LCU കംപ്ലീറ്റ് ആക്കുക. പിന്നെ ഈ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, ചുമ്മാ ഹരാസ് ചെയ്യാൻ വേണ്ടി ഓരോ വീഡിയോസ് എടുത്തുകൊണ്ട് വരും. അതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതാണ് ഇപ്പം തന്നെ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ.